ശ്രീ വിപിൻ കുമാർ, കേന്ദ്ര ബജറ്റിലേക്ക് രാജ്യം ഉറ്റുനോക്കുമ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ താങ്കൾ കണക്കാക്കുന്ന വിലയിരുത്തലുകൾ എപ്രകാരമാണ്? 2047 വികസിത ഭാരതത്തിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന 8% ഗ്രോത്ത് റേറ്റ് എല്ലാ വർഷവും നേടിയെടുക്കണം എന്നതാണ്. എന്നാൽ നിലവിലുള്ള അവസ്ഥയിൽ പരിഗണിച്ചാൽ ഇന്ത്യയുടെ IMFന്റെ പ്രഡിക്ഷൻസ് അടക്കം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഒരു ശരാശരി ഒരു 6% മുതൽ 6.5% വരെ മാത്രമേ ഉള്ളൂ. അത് തന്നെ നമ്മൾ എടുത്ത് മനസ്സിലാക്കിയാൽ ഏകദേശം 1.5% കുറവ് അവിടെ നമ്മൾ ഫീൽ ചെയ്യുന്നു. ഭാവിയിലും ആ ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരാനൊരു സാധ്യത കാണുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ ബജറ്റിനെ വിലയിരുത്താൻ ഇന്നലത്തെ ഇക്കണോമിക് സർവേയിൽ നിന്ന് ഇന്നത്തെ ബജറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നിന്ന് ഈ വർഷത്തെ ബജറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക സാഹചര്യങ്ങളും ഒരു ഗ്ലോബൽ ഡൈനാമിക്സ് തന്നെ എൻറ്റയർലി മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും. കാരണം വളരെ ഫാസ്റ്റ് ചേഞ്ചിങ് ആയ ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇനി ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ അടക്കം പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വരുന്ന ഡെവലപ്മെന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ നടന്ന ഡെവലപ്മെന്റ്സ് തന്നെ പരിശോധിക്കുമ്പോൾ ഒരു ടെക്നോളജി വാർ എന്ന രീതിയിലേക്കാണ്. അത് ടെക്നോളജിക്കൽ റെവല്യൂഷൻ ആണ്, പക്ഷെ അത് ടെക്നോളജിക്കൽ വാർ എന്ന രീതിയിലേക്ക് ഒരു ലോകക്രമം മാറും. അപ്പൊ ആ ടെക്നോളജിക്കൽ വാർ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ റെവല്യൂഷൻ ഇപ്പൊ ചാറ്റ് GPT ഡീപ് സീക്കിലേക്ക് അടക്കം വന്നു. അപ്പൊ അത്രയും ഫാസ്റ്ററായ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ലോകത്ത് നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇന്ത്യന്റെ നയം അതിനനുസൃതമായിട്ട് എങ്ങനെ റീട്യൂൺ ചെയ്തെടുക്കുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പം ആ റീട്യൂൺ ചെയ്തെടുക്കുന്നതിന് തന്നെ ഇന്നലത്തെ ഇക്കണോമിക് സർവേ തന്നെ ഇൻഡിക്കേഷൻ കൊടുത്തത് ഒരു സ്ട്രക്ചറൽ റിഫോംസിന്റെ ആവശ്യകത എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു കറക്റ്റ് ടൈമാണ്. കാരണം ഇനി ഒരു നെക്സ്റ്റ് ലെവൽ റിഫോംസിന്റെ ഒരു സാധ്യത അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ നെക്സ്റ്റ് ലെവൽ റിഫോംസ് ഏത് രീതിയിലായിരിക്കും എന്നതാണ് നമ്മൾ വളരെ സാഹൂതം വീക്ഷിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്നലത്തെ ഇക്കണോമിക് സർവേയിൽ തന്നെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമ്മളെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സാധ്യത ഇതിലുണ്ട്. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒരു 3-4 വർഷം മുമ്പ് നാഷണൽ അസറ്റ് മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. പക്ഷെ ആ നാഷണൽ അസറ്റ് മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ വിചാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ ഡിസ്ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ സർക്കാരിന് ഒരു ധനസമാഹരണത്തിനുള്ള ഒരു സാധ്യത നടന്നില്ല. പക്ഷെ ആ രീതിയിലേക്ക് മുൻകാലങ്ങളിൽ 91 നമ്മൾ റിഫോംസ് വന്ന സമയത്ത് ഈ ചുവപ്പ് നാടയിൽ ഒഴിവാക്കി ആ രീതിയിലേക്ക് ഒരു ലിബറലൈസ്ഡ് ഫ്രെയിംവർക്കിൽ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇന്നലത്തെ ബജറ്റ് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഡീറെഗുലേഷന്റെ ഒരു സാധ്യത, ഹോൾ സിസ്റ്റത്തിന്റെ ഒരു ഡീറെഗുലേഷന്റെ അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിങ്, നമ്മുടെ എക്കോണമിയിൽ ഒരു റീസ്ട്രക്ചറിങ്ങിന്റെ ഒരു സാധ്യതയിലേക്കാണ് ഈ വർഷത്തെ ബജറ്റിനെ ഞാൻ നോക്കിക്കാണുന്നത്. അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഉദാഹരണം ഈ ഫിൻടെക്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന് വലിയൊരു സാധ്യത ഈ വർഷത്തെ ബജറ്റിലാണ്. കാരണം ഫിനാൻഷ്യൽ സെക്ടറിലെ റിഫോംസിന് പലപ്പോഴും ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി, കഴിഞ്ഞ വർഷം ഈ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിലെല്ലാം ഷോർട്ട് ടൈം ലോങ് ടൈമിലെല്ലാം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ആ മാറ്റങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്ന രീതിയിലേക്കല്ലോ ഒരിത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയി നടപ്പിലാക്കിയ ഈ UPI, യുണൈറ്റഡ് പേയ്മെന്റ് ഇന്റർഫേസ്, അതിന്റെ ഒരു ക്രെഡിറ്റ് വേർഷൻസും കൂടി, കാരണം പേയ്മെന്റ് മാത്രമല്ല, അത് സർക്കാർ ഓൾറെഡി ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് അതിന്റെ ക്രെഡിറ്റ് വേർഷൻസും കൂടി വരാനുള്ള സാധ്യത. കാരണം ആ പ്ലാറ്റ്ഫോം ഒരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് പ്ലാറ്റ്ഫോമിൽ അതിന്റെ ഒരു ക്രെഡിറ്റ് വേർഷൻസും കൂടി വരാനുള്ള ഒരു സാധ്യത ഇപ്രാവശ്യത്തെ ബജറ്റിൽ കാണുന്നുണ്ട്. പിന്നെ വേറൊന്ന്, ഇൻകം ടാക്സിലല്ലോ ഒരു തറോ റിവ്യൂ, കാരണം ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂ ഇൻകം ടാക്സ് ആക്ടിൽ വരുമോ എന്നതാണ്. കാരണം അത് വളരെ സൂക്ഷ്മമായിട്ട് ഈ വർഷത്തെ എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഈ വർഷത്തിലെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ഇൻകം ടാക്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആയിരിക്കും, ഇൻകം ടാക്സിൽ ഉണ്ടാകുന്ന റിഫോംസ് എങ്ങനെയായിരിക്കും. പക്ഷെ ആ ഇൻകം ടാക്സിലെ റിഫോംസ് നമ്മൾ പലപ്പോഴും കുറേ വർഷങ്ങളായി ഇൻകം ടാക്സിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഒരിക്കലും കാണാറില്ല. പലപ്പോഴും
പിന്നെ ഒരു ഡയറക്ട് ടാക്സിൽ ഒരു മെച്ചപ്പെട്ട ഒരു അവസ്ഥ പലപ്പോഴും കാണാറില്ല. അപ്പൊ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. അപ്പൊ അവിടെ മാറ്റങ്ങൾ ഉണ്ടായാൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടായാൽ നേരത്തെ നമ്മൾ മുൻ പാനലിസ്റ്റുകൾ സംസാരിച്ച പോലെ ഈ മിഡിൽ ഇൻകം ക്രൈസിസ് അഡ്രസ് ചെയ്യാം. ഇന്ന് ഇന്ത്യയിലുള്ള മിഡിൽ ഇൻകം ക്രൈസിസ് കഴിഞ്ഞ 2 വർഷം വളരെ സൂക്ഷ്മമായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ മിഡിൽ ഇൻകം ക്രൈസിസ് അതിന്റെ ഏറ്റവും പീക്കർ പൊസിഷനാണ്. അത് മിഡിൽ ഇൻകം ക്രൈസിസിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ട്, പിന്നെ നമ്മുടെ ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ അതിന്റെ എക്സ്ട്രീമിലാണ്, അൺഎംപ്ലോയ്മെന്റ് ഹൈ പൊസിഷനിലുണ്ട്. പിന്നെ അത് മാത്രമല്ല പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇന്ത്യയിലെ തന്നെ GDP ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 60% എടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. ആ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിലടക്കം സ്ലോ ഡൗൺ ഉണ്ട്. നിങ്ങളിപ്പം FMCG പ്രോഡക്ട്സിന്റെ എടുത്ത് നോക്കിയാൽ, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സിന്റെ പ്രോഡക്ട്സിന്റെ കേസിൽ എടുത്ത് നോക്കിയാൽ വെറും 2% ഗ്രോത്ത് മാത്രമേ കഴിഞ്ഞ ഈ ലാസ്റ്റ് 3 ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിന്റെ ഗ്രോത്ത് റേറ്റ്, ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിന്റെ സാധാരണ പാസഞ്ചേഴ്സ് കാറിന്റെ ഗ്രോത്ത് റേറ്റിൽ ഒരു 2 to 3% ഗ്രോത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം കഴിഞ്ഞ വീക്കിൽ വന്ന ഹുണ്ടായിന്റെ സെയിലടക്കം 17% കുറവാണ് കാണുന്നത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മളെ ലക്ഷറി കാറിന്റെ കേസിൽ നല്ല രീതിയിലേക്കുള്ള ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പം ലക്ഷറി കാറിന് നല്ല രീതിയിലെ ഗ്രോത്ത് കാണുകയും ഇപ്പുറത്ത് പാസഞ്ചേഴ്സ് കാറിന് കുറയുമ്പോൾ അപ്പോൾ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടെന്നോ. അപ്പം അത് മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ മതി, നമ്മൾ ഹൗസ് ഹോൾഡ് സേവിംഗ് റേറ്റ് വളരെ കുറഞ്ഞു വരും. അപ്പൊ ഹൗസ് ഹോൾഡ് സേവിംഗ് റേറ്റ് കുറഞ്ഞു വരുന്നതിന്റെ ബേസിക് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ കയ്യിലുള്ള പണം, അല്ലെങ്കിൽ അവർ ജോലി ചെയ്തുള്ള പണം പലപ്പോഴും അത് നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ അത് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ഒരു സീരിയസ് ആയ ഒരു മിഡിൽ ഇൻകം ക്രൈസിസ് ഉണ്ട്. ആ മിഡിൽ ഇൻകം ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു അപ്രോച്ച് ആയിട്ട് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യത ഈ ഇൻകം ടാക്സിന്റെ റിഫോംസ് ആണ്. ഇൻകം ടാക്സിലെ റീസ്ട്രക്ചറിങ്ങിന്റെ സാധ്യത അവിടെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ ലാസ്റ്റ് 3 ഫിനാൻഷ്യൽ ഇയറിലുള്ള ഈ കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും കൂടി ഒരു കമ്പാരിസൺ എപ്പോഴും കൊണ്ടുവരുന്നതാണ്. ഈ കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ കോർപ്പറേറ്റ് ടാക്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 3 വർഷത്തിന് ശേഷമായിട്ട് ഇൻകം ടാക്സ് ആണ് ഏറ്റവും കൂടുതൽ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, പിന്നെ അത് മാത്രമല്ല, ഇന്നലത്തെ ഇക്കണോമിക് സർവേ തന്നെ ഒരു ഇൻഡിക്കേഷൻ പറയുന്നു, കോർപ്പറേറ്റ് പ്രോഫിറ്റ് വളരെ ഹൈയും പിന്നെ ഇന്ത്യയിലെ വർക്കേഴ്സിന്റെ സാലറി വളരെ കുറവും എന്നുള്ള രീതി. അപ്പൊ കോർപ്പറേറ്റിന്റെ ലാഭം വർദ്ധിക്കുമ്പോൾ അതിനനുസൃതമായ ഒരു ബെനിഫിറ്റ് സാധാരണ വർക്കേഴ്സിന്റെ സാലറിയിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഇന്നലെ എക്കണോമിക് സർവേയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പം ഈ രീതിയിലേക്കുള്ള ഒരു ടെക്നോളജിക്കൽ ഇനേബിൾഡ് ആയ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് ഇനി വരുന്ന ത്രെട്ടുകൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഇനി നാളെ അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ വരുന്ന ത്രെട്ടുകൾ ഏതെല്ലാം രീതിയിലായിരിക്കും എന്നത് ഒരു സൈഡിൽ ചിന്തിക്കണം. അതിനൊപ്പം ഇത്രയും വലിയ നമ്മൾ മുൻകാലങ്ങളിൽ ഒരു ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. പക്ഷെ ഇന്ന് ഡിജിറ്റൽ ഡിവൈഡ് എന്നല്ല, ഒരു ഫാസ്റ്റ് മൂവിങ് ടെക്നോളജിക്കൽ ഡിവൈഡിലേക്കാണ് ലോകം വരുന്നത്. അപ്പൊ ആ ഫാസ്റ്റ് മൂവിങ് ടെക്നോളജിക്കൽ ഡിവൈഡിൽ വരുമ്പം ഈ നമ്മള് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ സോഷ്യലി ഡിപ്രൈവ്ഡ് സെക്ഷൻസിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്ന പോളിസികൾ എങ്ങനെ ഉണ്ടാവും, കൃഷി പോലുള്ള സാമൂഹിക മേഖലകളും പിന്നെ സാമൂഹിക സുരക്ഷയ്ക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പോളിസികൾ ഉണ്ടാവുമോ എന്നതും കൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് ഉണ്ടാവുമോ എന്നതാണ് എൻ്റെ ഒരു ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അതെ, ജനപ്രിയ ബജറ്റ് തന്നെ ആയിരിക്കുമോ, മധ്യവർഗത്തിന് കൂടുതൽ ഇളവ് നൽകുമോ തുടങ്ങിയ പ്രതീക്ഷകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്.